തിങ്കൾ കലമാലിലെ കൊറിയോഗ്രാഫിക് അവിടെ പിള്ളേരെ ഇതിനു വേണ്ടി പോയതാണ്. സീരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതേ അവിടെ നിന്നാണ്. അഞ്ജലിക്കും നയൻതാരയ്ക്കും തമ്മിലൊരു ബന്ധമുണ്ട്. എങ്ങനെയായിരിക്കും ആ കണക്ഷൻ? ഇവിടെ കിടക്കും. അതല്ല, ഞാൻ പേടിച്ചു എന്താണെന്നല്ലേ. കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയിൽ നിഖിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്തതും അഞ്ജലിയാണ്. എന്റെ ഫ്രണ്ടാണ് വിഷ്ണുവേട്ടൻ, കഥ ഇന്ന് വരത്തെ ഡയറക്ടർ. അപ്പൊ ചേട്ടൻ എനിക്ക് അറിയാമായിരുന്നു. ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിഖില തന്നെയാണ് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യേണ്ടത്. മൂളിപ്പാട്ടും പാടി എന്തിനീ മിഴി രണ്ടും ഡയറക്ടർ മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച ചോദ്യമാണ്. പേടിച്ചിട്ട് ഇവിടെ വന്നത്. അരുണിമയ്ക്കുള്ള ടോക്സിക് ലവിന്റെ ചെറിയ ചില അംശങ്ങൾ അഞ്ജലിയിലുമുണ്ട്. ഇല്ല, ടാസ്കുകളും പനിഷ്മെന്റുകളും തന്നെയാണ്. വേണ്ട മോളെ, ഞാൻ എന്നത് അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നൊരു അനുഭവിക്കണ്ട. ഇതിന് വരുമ്പോ ഷൂട്ടിന് വരുമ്പോ കൊട്ടക്കണക്കിന് 2 ബ്രീഫ് കേസ്, ഒന്നിന് മൊത്തം പനിഷ്മെന്റ്, മറ്റേന് മൊത്തം ഗിഫ്റ്റ്. ദൃശ്യം 2 അറിയാം, പോലീസ് ഓഫീസർ. ഹാഡ് എ ക്രഷ് ഓൺ ക്ലാസ്മേറ്റ് എവർ? ആളുടെ പേരൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, ഏത് ക്ലാസ് ആണെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങൾ എന്തിനും ചെയ്ത കാര്യങ്ങൾ ഞാൻ മറച്ചു വെക്കാറില്ല. തീവണ്ടി എന്ന് പറഞ്ഞ സിനിമയില് ആ പാട്ട് ജീവാംശമായി എന്നുള്ള പാട്ടിന് ഈ പാട്ട് ഞാൻ കേൾക്കണിടയിൽ എന്നോട് ചോദിച്ചു, ചേച്ചി ഞങ്ങൾക്കൊരു ഡാൻസ് കളിച്ചിരുന്നു. അങ്ങനെ ആ ഒരു സമയം പെട്ടെന്ന് ചെയ്തു. അപ്പൊ കിട്ടിയതിനെ കാട്ടും എനിക്ക് കൂടുതലായിരുന്നു. അതായത് അന്ന് ദിലീപേട്ടൻ വന്നിരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അഞ്ജലി ഇതിന്റെ എല്ലാം അവരുടെ യഥാർത്ഥ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഇമോഷണൽ ആയി അന്ന് അഞ്ജലി. ആളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു വീൽ ചെയർ ആണ്. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. ഹായ് അഞ്ജലി, സുഖായിട്ടിരിക്കണോ? അഞ്ജലി എന്താ, എത്രയോ നാളുകളായിട്ട് ഞങ്ങൾ മൈൽസ്റ്റോൺകാരെ തന്നെ വിളിക്കുന്നു. എനിക്കറിയാം അഞ്ജലിയുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആണ്. ഷൂട്ട്, സീരിയല്, പിന്നെ ഡാൻസ് ക്ലാസ്, ആ പ്രോഗ്രാം, ഈ പ്രോഗ്രാം, ഇതെല്ലാം അഞ്ജലിയുടെ മുഖത്ത് ഇന്ന് ഇങ്ങനെ എവിഡന്റ് ആയിട്ടുണ്ട്. ഭയങ്കര ടയേർഡായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഓരോ രീതിയിൽ ഇന്ന് എന്തുകൊണ്ടാ വരാത്തതെന്നൊന്നും ചോദിക്കാൻ തോന്നുന്നില്ല. വെരി ടയേർഡ്. അയ്യോ, ഓക്കെ, നമുക്ക് ഇന്റർവ്യൂ ചെയ്യാലോ. ചക്കമ്പക്കത്തിൽ ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. യെസ് ഓർ നോ, ഞാൻ ചോദിക്കുന്നതിനൊക്കെ യെസ് ആണെങ്കിൽ നോ ആണെങ്കിൽ എന്നിട്ട് അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ ഓക്കെ. ഇനി ഇത് ഈ ചക്കം പക്കം എന്ന് പറഞ്ഞാൽ ചക്കത്തിലാണ് എന്റെ ചോദ്യങ്ങളെല്ലാം വരുന്നത്. പക്കത്തിൽ വരുന്നത് ഫുൾ ടാസ്കുകളാണ്. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ആൻസർ യെസ് ആ പറയുന്നതെങ്കിൽ ഗിഫ്റ്റ് നമ്മൾ തരും. നോ ആണ് ആൻസർ പറയുന്നെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പക്കം എടുക്കും. പക്കത്തിൽ പറയുന്നത് ടാസ്കുകളാണ്. ഓക്കെ, അത്രയാണ് പോയിരിക്കും. അതാണ് സംഭവം. അപ്പൊ നമുക്ക് തുടങ്ങാം. ചക്കത്തിലെ ആദ്യത്തെ ചോദ്യം. യഥാർത്ഥ ജീവിതത്തിൽ അരുണിമയ്ക്കുള്ള ടോക്സിക് ലവിന്റെ ചെറിയ ചില അംശങ്ങൾ അഞ്ജലിയിലുമുണ്ട്. ഉണ്ടോ? നോ ഇല്ല. അപ്പൊ പിന്നെ അടുത്ത ടാസ്ക് എടുത്തോളൂ. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പൊ വരും. അത് ഈ ടാസ്കുകൾ ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇതെന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുറെ ഇതുകൊണ്ടോ ചിറ്റ്സ് ഒക്കെ കുറെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ നമ്മുടെ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാലും സീരിയലിൽ നോക്കിക്കഴിഞ്ഞാലും ഒരുപാട് അഞ്ജലിമാരുണ്ട്. അപ്പം അഞ്ജലി മേനൻ, അഞ്ജലി ഹരി, അഞ്ജലി അങ്ങനെ ഒരുപാട് അഞ്ജലി. അപ്പം ഇതിനകത്ത് ഓരോ അഞ്ജലിനെ മനസ്സിലാക്കാനുള്ള ക്ലൂ ആണ് ഓരോ ചുറ്റിലും ഉള്ളത്. ഓക്കെ, ആ ക്ലൂ എടുത്തിട്ട് ഏത് അഞ്ജലിയാണ് എന്നുള്ളത് ഈ അഞ്ജലി കറക്റ്റ് ആയിട്ട് പറയണം, കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ എങ്ങാനും ഈ ക്ലൂ എടുത്തിട്ട് തെറ്റിപ്പോയാൽ വീണ്ടും പനിഷ്മെന്റ് ഉണ്ട്. അവിടെ ശാന്തനുവിന്റെ കയ്യിൽ ഒരുപാട് ആ ശാന്തനുവിന്റെ കയ്യിലും അപ്പൂസിന്റെ കയ്യിലും ഫുൾ ടാസ്കുകളും പനിഷ്മെന്റുകളും തന്നെയാണ്. ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ തന്നേക്കാം. വേണ്ട മോളെ, ഞാൻ എന്നത് അനുഭവിച്ചോണ്ടിരിക്കുകയാണ്. എനിക്ക് ഇന്നൊരു അനുഭവിക്കണ്ട. എടുത്തോളൂ, ഓരോന്ന് എടുക്കുക. അതിനകത്ത് ക്ലൂ ഉണ്ട് മനസ്സിലാവും. പിന്നെ ദേ നമ്മുടെ പ്രണവൊക്കെ ഫുൾ സഹായിക്കും. പ്രണവൻ എല്ലാം അറിയാം. വായിച്ചോ, ഉറക്കെ വായിച്ചോ. മെഹന്തി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടിരിക്കുന്ന എന്തെങ്കിലും ആയിരിക്കും. പാട്ടൊക്കെ ആയിരിക്കും. പ്രണവൻ ആലോചിച്ചോ, ചിലപ്പോൾ പാട്ടായിരിക്കാം, അല്ലെ സിനിമയുടെ പേരായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കഥാപാത്രത്തിന്റെ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളായിരിക്കാം. അങ്ങനെ ഒന്ന് റിലേറ്റഡ് ആയിരിക്കും. മെഹന്തി ഈ അടുത്തിടെ ഉണ്ടായ ഒരു വിവാദമുണ്ടായി മെഹന്തി റിലേറ്റഡ് ആയിട്ടുള്ള. അതെന്താ അത് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഞ്ജലിയാണ് ഈ അഞ്ജലി. അതെന്താ അത്? രാഹുലിന് മനസ്സിലായ? എന്താ? എന്നാ ക്ലൂ കൊടുക്ക, സഹായിക്കേ. അതെനിക്ക് മനസ്സിലായി. മെഹന്തി മൈലാഞ്ചി, അതിലുണ്ടായ അഞ്ജലി. മനസ്സിലായ? മെഹന്തി ഇട്ട് കൊടുക്കുന്ന കാര്യം മനസ്സിലായി.
ഒരു ഫോൺ വിളിച്ച് പ്രാങ്ക് ചെയ്ത അത് തന്നെ. ആർജെ അഞ്ജലി. ആ കറക്റ്റ്. ഓക്കെ കറക്റ്റ്. അടുത്തത് ഉഷ ഉദുപ്പ്. ഉഷ ഉതുപ്പോ? അതെ, ഉഷ ഉതുപ്പോ അഞ്ജലിയും തമ്മിൽ എന്താ? അതെ, അതെന്താ ബന്ധം? ഉദുപ്പ് അഞ്ജലിയായിട്ട് എന്താ ബന്ധം? ഉഷ ഉതുപ്പോ അഞ്ജലിയും തമ്മിൽ എന്തായിരിക്കും ബന്ധം ഉണ്ടാവുക? ഉഷ ഉദുപ്പ് പാട്ട് അറിയില്ല. ഉഷ ഉതുപ്പിന്റെ ഞാൻ പറഞ്ഞുതരാം. ഉഷ ഉതുപ്പിന്റെ മകൾ ഭയങ്കര ഫേമസ് ആണ്, ആർജെ ആണ്. ഓക്കെ, ആർജെ അഞ്ജലി ഉതുപ്പ്. അതാണ് ഉഷ ഉതുപ്പ് എന്നുള്ള പേരില് അങ്ങനെ ഒരു ക്ലൂ തന്നത്, ആർജെ അഞ്ജലി ഉതുപ്പ്. അത് ചിലപ്പം ഉഷ ആന്റീനെ അറിയില്ലാത്തോണ്ട്, ഫാമിലി അറിയില്ലാത്തോണ്ടായിരിക്കാം. സാരമില്ല. അപ്പൊ നമുക്ക് അതവിടെ വെച്ചോ. പകരം ഇതിപ്പോ തെറ്റിച്ചത് കൊണ്ട് ഒരു പനിഷ്മെന്റും കൂടെ കൊടുക്കണം, ഒരു പനിഷ്മെന്റും കൂടെ ചെയ്യണം. അതെന്താ ആണോ? ഇത് കഴിഞ്ഞ ഇപ്പത്തേക്ക് പനിഷ്മെന്റ് തരാം. പനിഷ്മെന്റും ഉണ്ട്. ഇവര് വരുമ്പോ, ഷൂട്ടിന് വരുമ്പോ കൊട്ടക്കണക്കിന് ശാന്തിന്റെ കയ്യിൽ 2 ബ്രീഫ് കേസ്, ഒന്നിന് മൊത്തം പനിഷ്മെന്റ്, മറ്റേന് മൊത്തം ഗിഫ്റ്റ്. ഇങ്ങനെയാണ് വരണത്. അപ്പൊ അടുത്തെടുത്തോ. ഈശ്വര, അതിന്റെ അടുത്ത പണിയാവരുത്. വായിച്ചോ. എന്താ അത്? പളുങ്ക്. പളുങ്ക്. എന്താ പളുങ്കിന്? പളുങ്കിനത്തെ അഞ്ജലി ഞാനല്ലോ. അതെ, അത് അഞ്ജലി ഹരിയല്ലേ? കറക്റ്റ് അല്ലേ? വേറൊന്നും ഇല്ലല്ലോ. ഓക്കെ, അഞ്ജലി തന്നെ. അടുത്തത് ഇനി അടുത്തത് ബിഗ് ബോസ്. ബിഗ് ബോസിൽ ഏതാ അഞ്ജലി? ബിഗ് ബോസ് അഞ്ജലി ഏതാ? അപ്പൂസ് ഉണ്ടെന്ന് പറഞ്ഞാ പിന്നെ ഉണ്ട്. ഇത് എഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ സീസൺ 1 അത്രേ. സീസൺ 1 കാണാറുണ്ടോ? ബിഗ് ബോസ് കാണാറുണ്ടായിരുന്നോ? ഞാൻ കണ്ടിട്ടുണ്ട്. ആണോ? അപ്പൊ മലയാളം സീസൺ 1 ഉണ്ടായിരുന്നു. മലയാളം സീസൺ 1 ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരു അഞ്ജലി. അതാരാണ്? മനസ്സിലായോ? ഇല്ല ഇല്ല, സമയം കഴിഞ്ഞു. അത് ആ അഞ്ജലി എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന അഞ്ജലി അമീർ, സീസൺ 1 ട്രാൻസ്ഫോമൻ. ആ അഞ്ജലിയാണത്. മനസ്സിലായി. ഞാനത് സീസൺ 1 പെട്ടെന്ന് അത് സ്ട്രൈക്ക്. ഓക്കെ ഓക്കെ, ശരി. അടുത്തത് ദൃശ്യം 2. അറിയാം, പോലീസ് ഓഫീസർ. അതെ, അഞ്ജലി നായർ. അഞ്ജലി നായർ. ഓക്കെ ഓക്കെ, ദൃശ്യം 2. ഞാൻ ഒരെണ്ണം കൂടെ ഇല്ലേ? ലാസ്റ്റ് വൺ. ബാംഗ്ലൂർ ഡേയ്സ്. ഡയറക്ടർ അഞ്ജലി. അഞ്ജലി മേനോൻ. അപ്പൊ എങ്ങനെ എല്ലാ അഞ്ജലിമാരും പഠിച്ചില്ലേ? എത്ര അഞ്ജലിമാരുണ്ടോ നോക്കിക്കേ ഇൻഡസ്ട്രിയിൽ, എത്ര അഞ്ജലിമാരാ. ഇനിയിപ്പോ ഇതിന്റെ ഒരു തെറ്റിച്ചതിന്റെ പനിഷ്മെന്റ് ഇപ്പൊ കൊടുക്കണോ? ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് തരാം കേട്ടോ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന സമയത്ത് മാർക്കുകൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ടോ? എവിടെ? യെസ് ആണോ നോ ആണോ? ആണോ? ശാന്തനോ? ഗിഫ്റ്റ് സത്യം പറഞ്ഞിരിക്കണോ? മറച്ചു വെക്കാറില്ല, തുറന്നു പറയും. അതെ. എന്നിട്ട് ഈ മറച്ചു വെച്ച് കഴിയുമ്പോ പിന്നെ എപ്പോഴാ പിടിക്കപ്പെടുന്നത്? അമ്മ ചെന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് പറയോ? അമ്മ അതറിയും, സ്വാഭാവികം. എന്റെ ബ്രദർ ഉണ്ടല്ലോ, എന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ, ഞാൻ പറയും, ഏട്ടനോട് പറയും, ഏട്ടാ എനിക്ക് മാർക്ക് കുറഞ്ഞു, ഏട്ടൻ ഇത് വീട്ടിൽ പറയരുത്, പേപ്പർ കിട്ടിയ കാര്യമൊന്നും പറയരുത് പറയും. ഏട്ടൻ പറഞ്ഞു, ഏട്ടന് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്, നീയും പറയരുത് പറഞ്ഞു. ഞങ്ങൾ നല്ല ടൈപ്പിലൊക്കെ പോവും. പക്ഷെ എന്തെങ്കിലും ചെറിയ വഴക്കുണ്ടാവുമ്പോ ഇത് പൊട്ടിക്കും. അപ്പൊ മിക്കതും ഏട്ടന്റെ കാര്യം ഞാനായിരിക്കും പറയുന്നത്, എന്റെ കാര്യം കൂടുതൽ ഞാനായിരിക്കും പറയുന്നുണ്ടാവുക. അപ്പോൾ വീണ്ടും ആ ഒരു കുട്ടിക്കാലം ഓർമ്മ വരാൻ വേണ്ടിയിട്ട് സ്റ്റുഡൻസ് ഇന്ത്യ നൽകുന്ന കുഞ്ഞാറ്റ, പിന്നെ ലിറ്റിൽ സ്റ്റാർ അവരുടെ ബുക്കാണ്. വീണ്ടും ഇനി ബ്രേക്ക് ടൈം ഒക്കെ കിട്ടുമ്പോൾ ഒന്ന് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒന്നൊരു ബ്രേക്ക് എടുക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് ഈ ബുക്കുകളിലൂടെ പോയി പഴയ കാലങ്ങൾ ഓർമ്മകളിലേക്ക് വരാം. അപ്പൊ സ്റ്റുഡൻസ് ഇന്ത്യയുടെ വക മറ്റൊരു മനോഹരമായ ഗിഫ്റ്റ് ആണ്. ഞാൻ ലുഡോ കളഞ്ഞേ ഉള്ളൂ, ഇനിയിപ്പോ അടുത്തതായിരിക്കും. പിന്നെ നിങ്ങൾ ചീത്തയാക്കുമല്ലേ? ഇല്ല, അതൊക്കെ ബുക്സ് അല്ലേ, ബുക്സ് വായിക്കുന്നത് നല്ലതല്ലേ? ഓക്കെ. ഇനി ഹാഡ് എ ക്രഷ് ഓൺ ക്ലാസ്മേറ്റ് എവർ? അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ ആളുടെ പേരൊന്നും ഞങ്ങൾ ചോദിക്കുന്നില്ല, ഏത് ക്ലാസ് ആണെന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബങ്ങൾ എന്തിനാ. അതെ. അപ്പൊ ശാന്തനു അടുത്ത ഗിഫ്റ്റ്. കുട്ടി സത്യം പറഞ്ഞു. അപ്പോൾ ഏത് ക്ലാസ്സിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ഏത് ക്ലാസ്സിൽ പഠിക്കുമ്പോഴാ? +1. ഗിഫ്റ്റോടെ? ആഹാ, ഒരു ഗിഫ്റ്റ് ഒന്നും അല്ലല്ലോ ഇത്.
ഒരുപാട് ഗിഫ്റ്റ് ഉണ്ടല്ലോ. പ്യൂരിറ്റിന്റെ ടിഷ്യൂസ് ആണ്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടിഷ്യൂസ് ആണ്. ഇപ്പോ ഇമോഷണൽ ആണ്, കറക്റ്റ് ആൾക്കാ കൊടുക്കാൻ പോകുന്നത്. ഒരുപാട് ഏങ്ങി 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 കരയും എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ആ കരച്ചിലൊക്കെ തുടയ്ക്കാനായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസ് ആണ് പ്യൂരിറ്റിൻ്റെത്. ഇനി അത് മാത്രമല്ല, സന്തോഷം വരുമ്പോഴും അല്ലാതെയും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, ഒരുപാട് യാത്ര ചെയ്യുന്നുണ്ട്, പിന്നെ ഡാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് എല്ലാ അർത്ഥത്തിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ് പ്യൂർ ടിഷ്യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിഷ്യൂസിൽ തന്നെ ഏറ്റവും നല്ല ഒന്ന് പ്യൂർ ഇറ്റ്. ഈ ഗിഫ്റ്റ് ഒക്കെ കൂടെ അഞ്ജലി എങ്ങനെ കൊണ്ടുപോകും? ഇതെല്ലാം കൂടെ എത്ര ഗിഫ്റ്റ് ആണെന്ന് നോക്കിക്കേ, എത്ര ഗിഫ്റ്റ് ആണെന്ന് നോക്കിക്കേ. പറഞ്ഞില്ലേ ഇതിന്റെ ഡയറക്ടർ മനസ്സിലാക്കിയിട്ട് എഴുതി വെച്ച ചോദ്യമാണ്. ഇതൊക്കെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു കണ്ട് ഇതങ്ങ് വാങ്ങിച്ച് എന്റെ കയ്യിൽ നിന്ന് ഇതെല്ലാം കൂടെ താഴേക്ക് വീഴും. അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ അവിടെ വെക്കട്ടെ? എല്ലാം കൂടെ ലാസ്റ്റ് കഴിയുമ്പോ തന്ന പോരെ? തീർച്ചയായിട്ടും. ഇപ്പൊ എന്റെ വീട്ടിൽ നിറഞ്ഞ പ്യൂരിറ്റിന്റെ ടിഷ്യൂസ് ആണ്. ഞങ്ങൾ എല്ലാവരും അതെ, ഞങ്ങളുടെ വണ്ടിയിൽ വന്നാലും ഞങ്ങളുടെ ഓഫീസിൽ പോയാലും ഞങ്ങൾ എല്ലാവരും അത് യൂസ് ചെയ്യണത് പ്യൂരിറ്റിന്റെ ടിഷ്യൂസ്. ഓക്കെ, അപ്പൊ അതും കിട്ടി. അപ്പൊ ഇന്ന് ഇന്റർവ്യൂവിന് വന്നത് എന്തായാലും കോൾ അടിച്ചു, കൈ നിറയെ സമ്മാനങ്ങളാണ്. സത്യം പേടിച്ചിട്ട് ഇവിടെ വന്നത്. ഇപ്പൊ നോക്കിക്കേ എത്ര സമ്മാനങ്ങളാണെന്ന് നോക്കിക്കേ. ഇനി അടുത്തത്, മൈൽസ്റ്റോൺ മേക്കേഴ്സ് ഇന്റർവ്യൂവിന് വിളിച്ചപ്പോൾ അവൈലബിൾ അല്ല എന്ന് നുണ പറഞ്ഞിട്ടുണ്ട്. ഡിങ് ഡിങ് ടിങ് ടിങ്. പെടുത്തി പെടുത്തി പെടുത്തി. ശാന്തനു കുട്ടി സത്യം പറഞ്ഞു, ഗിഫ്റ്റ് തരൂ. എന്തിനാ അങ്ങനെ നുണ പറഞ്ഞേ? ഇല്ല, പേടി, വേറൊന്നുമില്ല. നല്ല ഭയം ഉണ്ടായിരുന്നു. ആരെ പേടി? മൈൽസ്റ്റോൺ മേക്കേഴ്സിനെയോ? മൈൽസ്റ്റോൺ മേക്കേഴ്സിനെ അല്ല, എന്നെയോ? പിന്നെ ആരെ പേടി? അല്ല, ഞാൻ പറഞ്ഞേ ഇപ്പത്തെ കാലം എന്ന് പറയുന്നത് നെഗറ്റീവ് പറഞ്ഞത് പോസിറ്റീവായിട്ടും പോസിറ്റീവ് പറഞ്ഞത് നെഗറ്റീവായിട്ടും പോണ കാല. അപ്പൊ അത് ഏത് രീതിയിൽ എങ്ങനെയാവും ഒന്നും അറിയത്തില്ല. ഞാൻ മിക്കതും ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് പിന്മാറി നിൽക്കും, വേണ്ടാന്ന് വെച്ചിട്ട്. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് തരുന്നില്ല അത്രേ. ഈ ഒരു ചോദ്യത്തിന് കുട്ടി യെസ് ആണ് പറഞ്ഞത്, സത്യം പറഞ്ഞു. പക്ഷെ എന്നാലും ഇപ്പൊ അതിനൊരു ഗിഫ്റ്റ് ആയിട്ടല്ല തരുന്നത്, പകരം ഓണോ അത് ഗിഫ്റ്റ് ആയിട്ട് തന്നെ പറയാല്ലേ. ഓ, പ്രൊഡ്യൂസർ പറയുന്നു ഓക്കെ, അതിന് സുവർണ അവസരമാണ്. മറ്റൊന്നുമല്ല, ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 15 മിനിറ്റ് നല്ലൊരു ഫണ്ണി ആയിട്ടുള്ള നല്ലൊരു ഇന്റർവ്യൂ തന്നെയായിരിക്കും. ആ ഇന്റർവ്യൂ കൂടെ എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കണം. 3 years ആയിട്ട് മൈൽസ്റ്റോൺ വിളിച്ചുകൊണ്ടിരുന്നിട്ട് വരാത്തത് കൊണ്ട്, ഇന്നിപ്പോൾ വന്നതുകൊണ്ടും ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞതുകൊണ്ടും ഈ ഒരു ടാസ്കിൽ വന്നതുകൊണ്ടും അടുത്തൊരു ഇന്റർവ്യൂ കൂടെ അറ്റൻഡ് ചെയ്യണം. പക്ഷെ ചെറിയ ഇന്റർവ്യൂ ആയിരിക്കും, ഒരു 15 minutes ഇന്റർവ്യൂ. ഓക്കെ, പണിയായി. അടുത്തത്, പ്രേതഭൂതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രേതമുണ്ട്. ഇപ്പം വിശ്വസിക്കുന്നുണ്ടോ? പ്രേതത്തിന് പേടിയുണ്ട്, അതിന് ഞാൻ എങ്ങനെ പറയുന്നത്. അപ്പൊ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ട്. ദേ ഒരാൾ ഇരുട്ടത്തിരിക്കുന്നു, ഒറ്റയ്ക്കിരിക്കുന്നു, ദേ പ്രേതം, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? പണ്ടൊക്കെ വിശ്വസിച്ചിരുന്നു, ഇപ്പോഴും പേടിയൊക്കെ ഉണ്ട്. തിരിച്ചു പിടിക്കോ? ഇപ്പോഴും ഉണ്ട്. തിരിച്ച് അയ്യോ, ഓക്കെ, യെസ്, ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. കള്ളം പറയാൻ പറ്റുന്നില്ല. പനിഷ്മെന്റ് അല്ല, ഗിഫ്റ്റാ കൊടുക്കണ്ടേ. കുട്ടി സത്യമാ പറഞ്ഞത്. എന്താ, എനിക്ക് മനഃപൂർവ്വം പണി തരുന്നതാ, ഇത്രയും ദിവസം ഇടിച്ച്. അതെ, ഇതായത് അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് പസിൽ ആണ്. ഓക്കെ, അതായത് ഇതിനകത്ത് കുറെ പാട്ടുകളുടെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്, പാട്ടുകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് എന്റെ കയ്യിലും ഉണ്ട് ചില പാട്ടുകളുടെ ഇത്. അപ്പൊ ഞാൻ ഇതിനകത്തെ പാട്ടുകളുടെ ഞാൻ പറയും. അപ്പൊ അതിനകത്തെ ഇത് വെച്ചിട്ട് അത് നോക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ ഇത് പാടി വരുമ്പോൾ അതുമായിട്ട് ഈ പാട്ടും ആ പാട്ടും തമ്മിൽ കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിന്ന് ഒരെണ്ണം എടുക്കണം. അപ്പൊ അതിൽ ഏതാണ് മാച്ച് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഞാനിപ്പോൾ ഒരു പാട്ട് ഇതിനകത്ത് പറയുമ്പോൾ ഇതുമായിട്ട് മാറിപ്പോകുന്നത് അതിനകത്ത് ഏത് പാട്ടാന്ന് വെച്ചാൽ പറയണം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്റെ മാറിപ്പോകുന്ന പാട്ടുകൾ, ഇത് ഫസ്റ്റ് വൺ, ദേവാങ്കണങ്ങൾ. അതായിട്ട് മാച്ച് ഉള്ളതല്ലേ? അതുമായിട്ട് പാടി വരുമ്പോൾ മാറിപ്പോകുന്നത് ആ സെയിം പാട്ടിന്റെ ദേവാങ്കണങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആ പാട്ടൊന്ന് പാടി നോക്കിയാൽ കിട്ടും. ഏതാ? അനുരാഗിണി. യെസ്, കറക്റ്റ് ആണ്. പാടാൻ പറ്റുമോ? പാടുവോ? വെച്ച് പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ആയപ്പോൾ വെറുതെ ഒന്ന് പാടൂ. നമുക്ക് ഈ മ്യൂസിക് ക്ലാസ്സിലെല്ലാം കഴിഞ്ഞപ്പോ ഒരു പാട്ട് പാടാം. പിന്നെ താമരപ്പൂവിൽ വാഴും ദേവിയല്ലേ നീ, അതിന്റെ കൂടെ വരുന്നത് ഏതായിരിക്കും? താമരപ്പൂവിൽ മാറിപ്പോവാൻ ചാൻസ് ഉള്ളത്. മാറിപ്പോവാന്ന് വെച്ചാൽ ഇത് സെയിം പറഞ്ഞ പോലെ തന്നെ ഈ പാട്ട് പാടി വരുമ്പോൾ മറ്റേ ആ പാട്ടാവാം ചിലപ്പം.
ഈ പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ ആ പാട്ടിലേക്ക് നമ്മൾ പോകും. ഏതാ കിട്ടിയോ? നിലാവിന്റെ അത് തന്നെ നീലാവിന്റെ നീലഭസ്മം. കറക്റ്റ്. പിന്നെ ആ രാത്രി മാഞ്ഞു പോയി, ആ രാത്രി മാഞ്ഞു പോയി ഇന്ദ്രനീലിമയോളം. കറക്റ്റ്. അടുത്തത് ആലാപനം. ഉണരുമി. കറക്റ്റ്. അതെ, അത് തന്നെ ആലാപനം. അടുത്തത് മൂളിപ്പാട്ടും പാടി. രണ്ടും. എല്ലാം കുട്ടി വളരെ കറക്റ്റ് ആയിട്ട് ആൻസർ പറഞ്ഞിരിക്കുകയാണ്. അതൊരു ഭയങ്കര ടഫ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ പാട്ട് അറിയാവുന്ന ആളായതുകൊണ്ട് അത് വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു പാട്ട് പാടിത്തരും. ഇഷ്ടമുള്ള ഒരു പാട്ട് പാടിക്കോ. ഞാനങ്ങനെ പാട്ട് പാടാറൊന്നുമില്ല. ഞാൻ ആകെ ബാത്റൂം സിംഗർ ആണ്. അത് മതി. പണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അമ്മ ഡാൻസ് പഠിക്കാൻ പറ്റുമ്പോ കൂടെ പാട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ മതി. ആ ഒരു ഇഷ്ടത്തിലൊരു കോതയായിരുന്നു. ആണോ? ഇഷ്ടത്തിലൊരു പാട്ട് അങ്ങനെ ചോദിച്ചാ ഞാൻ പാടി ശരിയാവും എനിക്ക് അറിയില്ല. അതൊന്നും കുഴപ്പമില്ല. നമ്മളിത് കോമ്പറ്റീഷനൊന്നും ഇരിക്കുകയല്ലോ. ചുമ്മാ ലൈറ്റ് ആയിട്ട് ഒരു 2 ലൈൻസ്. മിൻകിനാവിൻ തിരിയായിൻ മിഴിയിൽ ദിനം കാത്തുവെക്കാമണയാതെ നിന്നെ ഞാൻ ഇടനെഞ്ചിനുള്ളിലേ. എന്റെ സൗണ്ട് അടഞ്ഞിരിക്കുക. സാരമില്ല, എന്നാ ഓക്കെ, വിട്ടേക്കും. സാരമില്ല. താങ്ക് യു. ഇനി ഇതെനിക്ക് പണിഷ്മെന്റ് തരരുത്. ഇല്ല, എന്നാലും അറ്റൻഡ് ചെയ്തല്ലോ, അത് തന്നെ വലിയൊരു കാര്യം. താങ്ക് യു. അടുത്തത്, റിലേഷൻഷിപ്പിൽ സെക്കൻഡ് ചാൻസസ് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്നു. സെക്കൻഡ് ചാൻസ് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? യെസ്, വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഗിഫ്റ്റോ? അതാണ് ജ്യൂസാണ് അടുത്ത ഗിഫ്റ്റ്. ഫ്രഷ് ജ്യൂസ്. അത് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ക്ഷീണിച്ചു. ഇപ്പൊ കുടിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തരാം, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് തരാം. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് മതി. ഓക്കെ. അടുത്തത്, ഈ ഇന്റർവ്യൂവിൽ 5% നുണ പറഞ്ഞിട്ടുണ്ട്. നോ, അതെനിക്കും തോന്നുന്നില്ല. വളരെ ജെനുവിൻ ആയിരുന്നു. അഞ്ജലിയുടെ എല്ലാ ആൻസേഴ്സും വളരെയധികം ജെനുവിൻ ആയിരുന്നു. അപ്പോൾ ഇതേ ടാസ്ക് ആണ്. പാട്ട് പാടുക, അതാണ്. അതിപ്പോ പറഞ്ഞല്ലോ സിറ്റുവേഷൻ. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ സെഗ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ വളരെ മനോഹരമായിട്ട് സെഗ്മെന്റ്സ് ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. നല്ലൊരു നർത്തകിയും കൂടിയാണ്. ആക്ടിങ്ങിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, അത് പാഷനായിട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ പ്രൊഫഷൻ എന്ന് പറയുന്നത് നൃത്തമാണ് എന്ന് പറഞ്ഞ ഒരാളല്ലേ അഞ്ജലി. അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, നമ്മുടെ ഡാൻസ് ഇപ്പൊ എത്രയോ സ്കൂൾസ് റൺ ചെയ്യുന്നുണ്ട്. എറണാകുളത്തുണ്ട്, കോട്ടയത്തുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, തിരുവനന്തപുരത്തല്ല തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, തൃശ്ശൂരുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് കുട്ടികൾക്ക് നൃത്തം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ കഥ ഇന്നുവരെ എന്ന് പറഞ്ഞ സിനിമയിൽ നിഖില ചെയ്യുന്ന ആ ഒരു നിഖിലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഭാഗം കൊറിയോഗ്രാഫി ചെയ്തതും അഞ്ജലിയാണ്. അതന്ന് ഭയങ്കര അധികം വൈറലായിരുന്നു. അഞ്ജലി അത് പഠിപ്പിച്ചു കൊടുക്കുന്നതും ആ വിഷ്വലൊക്കെ എല്ലാവരും തന്നെ കണ്ടതാണ്. അതിലേക്ക് എങ്ങനെയാണ് അഞ്ജലി എത്തിയത്? ആ ഒരു ഭാഗം കൊറിയോ ചെയ്യാനായിട്ട് അഞ്ജലിയെ അവർ ക്ഷണിക്കുന്നത്, അത് നിഖിലയായിട്ട് നിങ്ങൾ വെൽ കണക്റ്റഡ് ആണോ? എങ്ങനെയാണ് അത്? അല്ലല്ല, ഞാൻ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ പറയാം. എൻ്റെ ആ ഒരു ഗ്രാഫ് ഞാൻ പറഞ്ഞുതരാം. സ്റ്റാർട്ടിങ് ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഈ സീരിയലിലേക്കുള്ള എൻട്രി പോലും ഞാനൊരു കൊറിയോഗ്രാഫി ആയിട്ട് പോയപ്പോഴാണ്. അതായത് ജോബി മാസ്റ്ററിന്റെ കൂടെ ഞാൻ എൻ്റെ കുട്ടികളായിട്ട് തിങ്കൾ കലമാലിലെ കൊറിയോഗ്രാഫിക്ക് അവിടെ പിള്ളേരുടെ ഇതിനു വേണ്ടി പോയതാണ്. അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ തിങ്കൾ കലമാലിൽ ജോയിൻ ചെയ്യണത്. അപ്പം ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ സീരിയലിലേക്കുള്ള എൻട്രിയുടെ കാരണം എന്ന് പറഞ്ഞാൽ ജോബി മാസ്റ്ററാണ്. അത് ഞാൻ പല സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ അവിടെ നിന്നാണ് ഞാൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ പറഞ്ഞ പോലെ സീരിയൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ഷോസ് ചെയ്യാൻ എനിക്ക് അവസരം കിട്ടി. നമ്മുടെ സിത്തുമണിക്ക് എനിക്ക് സ്റ്റാർ സിംഗർ സീസൺ 9 എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞല്ലോ സീരിയൽ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അറിയാലോ സ്കെഡ്യൂള് 1 to 15 ആണ് നമ്മൾ അവിടെ ഡേറ്റ് കൊടുക്കുന്നത്. പക്ഷെ നമുക്ക് 1 to 15 ആവണമെന്നില്ല. ചിലപ്പോൾ ഡേറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം എനിക്ക് കൂടുതലും പറഞ്ഞ പോലെ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പം ഡാൻസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് എൻ്റെ തന്നെ സ്റ്റുഡൻസിനെ ഏൽപ്പിച്ചിട്ടാണ് ഇപ്പം ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ തിങ്കളക്കന്മാർ അങ്ങനെ കഴിഞ്ഞു. അടുത്തത് പറഞ്ഞ പോലെ സ്റ്റാർ സിംഗറിൽ അതായത് സ്റ്റാർ സിംഗർ സീസൺ 9 എനിക്ക് കൊറിയോഗ്രാഫി ചെയ്യാൻ പറ്റി. സിത്തുവിന് എനിക്ക് കൊറിയോഗ്രാഫി പറ്റി. അതിൽ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയായിരിക്കും സർഗോ സാറാണ് എനിക്ക് എൻ്റെ സത്യമായ ഒരു കരിയറിൽ എന്നെ സപ്പോർട്ട് ചെയ്തു വന്നൊരു സാറാണ് സർഗോ സാറ്.
അപ്പം അങ്ങനെ എനിക്ക് സീസൺ 9 ഇതേപോലെ ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് നമ്മുടെ ഈ നിഖില വിമലിൻ്റെ അടുത്തേക്ക് മീൻസ് കൊറിയോഗ്രാഫിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ടാണ് വിഷ്ണുവേട്ടൻ, നമ്മുടെ മെപ്പടിയൻ്റെ, അതായത് ഡയറക്ടർ, കഥയെന്ന് പറയുന്നത് ഡയറക്ടർ. അപ്പോൾ ചേട്ടനെ എനിക്ക് അറിയാമായിരുന്നു. എന്നാലും ഒരുപാട് വലിയ വർഷത്തെ പരിചയങ്ങളൊന്നുമല്ല, എന്നാലും എനിക്ക് വിഷ്ണുവേട്ടനെ അറിയാമായിരുന്നു. അപ്പം ഈ സീസൺ 9 കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഒരു വഴികാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് എത്തിച്ചത് സീസൺ 9 ആണ്. അപ്പം അതിലത്തെ കൊറിയോഗ്രാഫി കണ്ടിട്ടാണ് ഇങ്ങനെ വിഷ്ണുവിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിഖില തന്നെയാണ് നമുക്ക് കൊറിയോഗ്രാഫി ചെയ്യേണ്ടത്, ചെറിയൊരു പോർഷനാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത പിള്ളേരും നമ്മുടെ ഡാൻസ് സ്കൂളത്തെയാണ്, കലാകളരീതിയാണ്. എൻ്റെ ഡാൻസ് സ്കൂളിന് പിള്ളേർക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കാരണം ചാനലിലാണെങ്കിലും ഏഷ്യനെറ്റിലാണെങ്കിൽ നമ്മുടെ സ്റ്റാർ സിംഗറിൽ വന്നിട്ടുണ്ട്, ഡാൻസിങ് സ്റ്റാർസിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കലാകളരിക്ക് അങ്ങനത്തെ ഒരു ഭാഗ്യം കൂടി. പടക്കളം മൂവിയിൽ ചെയ്തു, അതിൽ നമ്മുടെ നിരഞ്ജനയുടെ കൂടെ നമ്മുടെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റി. എന്നെ സംബന്ധിച്ച് എനിക്ക് മാത്രം അവസരം വേണമെന്ന് ചിന്തിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ കൂടെയുള്ള ആൾക്കാർക്ക് പോലും അവസരങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് കാര്യം വന്നാലും ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ പിള്ളേരെ കൊണ്ട് ഞാൻ ചെയ്യിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ നിഖില വിമലിന്റെ കൊറിയോഗ്രാഫിയിലേക്ക് എത്തണത്. പക്ഷെ അത് ഒരുപാട് എനിക്ക് ഇത് തന്നു കേട്ടോ. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ, സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ ഒരുപാട് പേര് വിളിച്ച് സംസാരിച്ചിരുന്നു. പിന്നെ ഒരുപാട് അവസരങ്ങൾ വന്നു. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് ഇപ്പം നമുക്കറിയാലോ 1 to 15 നമ്മുടെ സ്കെഡ്യൂള് കാരണം നമുക്ക് പലതും നോ പറയേണ്ടി വന്നു. പക്ഷെ നിർത്തിയിട്ടില്ല, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അഞ്ജലിയുടെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴൊക്കെ എന്ത് മനോഹരമാണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പറഞ്ഞു പോവാത്ത ഒരു കാര്യം കൂടിയുണ്ട്. അരം പ്ലസ് അരം കിന്നരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു, പ്രോഗ്രാമിനെ കുറിച്ച്. പക്ഷെ അതിനകത്തുണ്ടായ ഒരു ഇൻസിഡന്റ്, അതായത് അന്ന് ദിലീപേട്ടൻ വന്നിരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അന്ന് ദിലീപേട്ടൻ ഒരു അമ്മയ്ക്കും മകൾക്കും ഒരു സമ്മാനം കൊടുക്കുന്ന ആ ഒരു സീക്വൻസിൽ അഞ്ജലിയും അന്നവിടെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ദിലീപേട്ടൻ അറിയുന്നുണ്ടായിരുന്നില്ല ആ അമ്മയ്ക്കും മകൾക്കും അന്ന് അങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്നോ ആ ഒരു കാര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അപ്പോഴല്ലേ അത് അദ്ദേഹം അറിയുന്നത്. പക്ഷെ അഞ്ജലി ഇതിന്റെ എല്ലാം അവരുടെ യഥാർത്ഥ സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അന്ന് ആ ഒരു ഇൻസിഡന്റിൽ അവർക്ക് അത് സമ്മാനം കൊടുക്കുക എന്ന് കണ്ടപ്പോൾ അഞ്ജലിയുടെയും കണ്ണുകളൊന്നും നിറഞ്ഞു. വളരെ ഇമോഷണലായി അന്നും അഞ്ജലി അല്ലേ? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? എന്തായിരുന്നു ശരിക്കും അന്ന് അവിടെ ഉണ്ടായത്? എന്തിനാണ് അവർക്ക് അന്ന് കൊടുത്തത്? അവരെ കുറിച്ചും കൂടെ ഒന്ന് നമുക്ക് പറയാം. എനിക്ക് അങ്ങനെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അവർ വീട്ടിലൊക്കെ പോയായിരുന്നു. ആ മോൾക്ക് സുഖമില്ലാത്തൊരു മോളായിരുന്നു. അപ്പം വീൽ ചെയർ, ആളുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിനുള്ള ഒരു വീൽ ചെയറാണ് ആൾക്ക്. അത് മാത്രമായിരുന്നു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്, അല്ലാതെ ആള് വലിയൊരു ആഗ്രഹമായിട്ട് വന്ന ആളല്ല. അപ്പം ആള് സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതിന് പറ്റുന്ന ടെക്നോളജിയുള്ള ഒരു വീൽ ചെയർ ആയിരുന്നു ആളുടെ ആഗ്രഹം. കാരണം അവരുടെ വീടൊക്കെ നമ്മൾ പോയി കണ്ടായിരുന്നു, ചെറിയ വീടൊക്കെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ആ കുട്ടിയെ അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ ഒരിക്കലും അത് നോ പറയാതെ, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സംഘടനയുടെ ആത്മയായിരുന്നു അരം പ്ലസ് അരം കിന്നരം ആ ഒരു ഷോ ചെയ്തത്. അപ്പം അത് ഇപ്പോഴും അതെ, എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, ഞാൻ ആ ഒരു സംഘടനയിലെ അംഗമാണ്. അപ്പം അവർ എന്ത് പറഞ്ഞാലും അവരിതുവരെ നോ പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനൊരു ആവശ്യം വന്നപ്പോഴാണെങ്കിൽ കൂടെ അവരെല്ലാവരും കൂടെ തീരുമാനം എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാഞ്ചേട്ടനാണ് നമ്മൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയതും. പിന്നെ സത്യം പറഞ്ഞാൽ അറിയാലോ, അങ്ങനത്തെ ഒരു ഷോ വരുമ്പോൾ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളായിട്ട് എല്ലാവരും പിന്നെ എത്തും. അതുവരേക്കും ആർക്കും അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് പിന്നെ സാഞ്ചേട്ടനാണ് അത് സംസാരിച്ചതും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതൊക്കെ. പക്ഷെ അതിൻ്റെ ഒരു ഭാഗമാകാൻ പറ്റിയത് വലിയ കാര്യമാണ്. കാരണം നമ്മളെ കൊണ്ട് എന്തൊരു ചെറിയ സഹായമാണെങ്കിലും ഒരാൾക്ക് ചെയ്തു കൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സംതൃപ്തിയും അത് ഭയങ്കര വലുതാണ്. ഞാനിപ്പോഴും ശ്രമിക്കാറുണ്ട് എനിക്ക് പറ്റുന്ന പോലെ. ഞാൻ ആരുടെടുത്തും ഇങ്ങനെ അല്ലെങ്കിൽ തരാം ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷകൾ ഞാൻ കൊടുക്കാറില്ല. എനിക്ക് പറ്റുന്ന എന്താണോ അത് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അതാരും അറിയണമെന്നും വേണ്ട. വളരെ നല്ല കാര്യമാണ് അഞ്ജലി. അഞ്ജലിക്കും നയൻതാരയ്ക്കും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാമോ അതെന്താണെന്ന്? ഉണ്ടോ? അറിയില്ലേ? എന്നാ ഉണ്ട്.
എങ്ങനെയായിരിക്കും ആ കണക്ഷൻ? ഇവിടെ കിടക്കും. അതല്ല, ഞാൻ പറയട്ടെ എന്താന്ന്. അതായത് പളുങ്കില് അരുണിമയും അരുണിമയുടെ കൂട്ടുകാരിയും കൂടെ ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് തന്നെയാണ് നമ്മുടെ ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ മൂവിയില് നയൻതാരയുടെ കൂട്ടുകാരി ഫ്രണ്ടും കൂടെ ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ കമന്റ്സിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ പറയണതാണ്, നയൻതാരയ്ക്കും അഞ്ജലിക്കും തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞ്. ഈ രണ്ട് ഇൻസിഡന്റും കൂടിയാണ് അവർ കണക്ട് ചെയ്തിട്ട് പറയുന്നത്. ഞാൻ പേടിച്ചു എന്താണെന്നല്ലേ? ഓക്കെ. അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരിയുടെ ചെയ്യുന്ന ജൂലി ആയിരുന്നു, ജൂലി ഹെൻറി എന്നിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര കെമിസ്ട്രി ആണ് ഞങ്ങൾ തമ്മില്. എനിക്കിപ്പോൾ തോന്നുന്നു അങ്ങനത്തെ ഒരു ഫ്രണ്ടിന് എനിക്ക് പിന്നെ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമ്മൾ സുധി എന്ന് എടുത്താലും ഞങ്ങൾ തമ്മിലൊരു കെമിസ്ട്രി ബോണ്ടിങ് ഉണ്ട്. പക്ഷേ ഈ ഫ്രണ്ട്സുകൾ തമ്മിൽ ഞാൻ എപ്പോഴും നമ്മൾ പേഴ്സ് അല്ലേ കൂടുതലും കെമിസ്ട്രി കാണുന്നതും ഒക്കെ. പക്ഷെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു ബോണ്ടിങ് അല്ലെങ്കിൽ ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയത് ശരിക്കും എനിക്ക് ആ ഒരു ക്യാരക്ടറിൽ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാനത് പറയാറുണ്ട്. കാരണം ഞാനും ഫ്രണ്ടായിട്ട്, കാരണം ആൾക്കറിയാം ഞാൻ എൻ്റെ ഫേസ് മീൻസ് ഞങ്ങളുടെ കണ്ണുകളിലൂടെ ഞങ്ങൾ പരസ്പരം എക്സ്പ്രഷൻസ് എല്ലാം കൈമാറുന്നതും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പം ഇതിലും എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. ഇപ്പം ആളൊന്ന് മാറി റിപ്ലേസ് ചെയ്ത്, കാരണം ആള് പഠിക്കേണ്ട കാര്യങ്ങളായിട്ട് പോയപ്പം നമുക്ക് പുതിയ ആളാണ് വന്നിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എനിക്ക് എൻ്റെ ആ ഒരു പളുങ്കിലെ കൂട്ടുകാരീനെ എപ്പോഴും മറക്കാൻ പറ്റത്തില്ല. സ്പെഷ്യൽ തന്നെയാണ്. സ്പെഷ്യലാണ്. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഓൺലൈൻ ചാനലുകാർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ആക്ടറാണ് അഞ്ജലി എന്ന്. അഞ്ജലി എങ്ങോട്ട് പോയാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ ഒരു ഓൺലൈൻ ചാനലിൽ ബാക്കിലുണ്ടാവും. അവർ അഞ്ജലിയുടെ ഓരോ നീക്കങ്ങളും അവരിങ്ങനെ ശ്രദ്ധിച്ച് ഒരുപാട് ഇഷ്ടത്തോടെയാണ് അവരതെല്ലാം അപ്ലോഡ് ചെയ്യണത്. ഇത്ര അധികം അവർക്ക് ഇങ്ങനെ അഞ്ജലിയോട് ഇഷ്ടം തോന്നാനുള്ള ഒരു കാരണം അതെന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് പറഞ്ഞ പോലെ ഞാൻ ആരെയും ഇങ്ങനെ സംസാരം കൊണ്ടൊന്നും മുഷിപ്പിക്കാറില്ല. എൻ്റെ ഈ ഒരു ചിരിയാണ് എപ്പോഴും എൻ്റെ ഫേസിൽ ഉണ്ടാവുക. അതുകൊണ്ടായിരിക്കാം. ശരിയാണ് പറഞ്ഞത്, നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അവരുടെ അടുത്ത് നിന്നൊക്കെ. ഞാൻ പറഞ്ഞില്ലേ, എന്ത് കാര്യം എടുക്കുകയാണെങ്കിലും അതിലൊരു വശം നല്ല വശം ഉണ്ടായിരിക്കാം, ചീത്ത വശമായിരിക്കാം. ഞാൻ നേരത്തെ കമന്റ്സിന്റെ കാര്യത്തിലും പറഞ്ഞു, നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെയും നമുക്ക് മനസ്സിലാവും. അല്ലാതെ നമ്മളെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് വരുന്ന ആൾക്കാരെയും നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിനൊന്നും ഞാൻ പ്രതികരിക്കാറില്ല. അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇതിന്റെ കാര്യം പറഞ്ഞപ്പോഴാണെങ്കിൽ ഇപ്പം നമ്മളെവിടെ പോയി കഴിഞ്ഞാലും അഞ്ജലി എവിടെയും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടൊന്നല്ല വരണത്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും പോസ്റ്റ് ഷെയർ ചെയ്താൽ പോലും ഒന്നുമില്ല, അവരവിടെ എത്തിക്കാണോ, അവരവിടെ വീഡിയോസ് എടുക്കണു, അവർ അപ്ലോഡ് ചെയ്യുന്നു. പക്ഷേ എപ്പോഴും അതെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ അതെ, തീർച്ചയായിട്ടും. കാരണം ആ ഒരു സപ്പോർട്ടാണല്ലോ നമുക്ക് വേണ്ടത്. ഓക്കെ, അങ്ങനെ ഒരു സപ്പോർട്ട് അടുത്തത് നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഈ ഒരു മാസം തന്നെ ജൂലൈയില് ടെലിവിഷൻ അവാർഡ്സ് ചെയ്യാണ്. ടെലിവിഷൻ അവാർഡ്സിൽ നമ്മുടെ ടെലിവിഷനിലൂടെ എല്ലാവരുടെയും ഇഷ്ട കഥാപാത്രമായി മാറിയ മികച്ച നടി, മികച്ച നടൻ, മികച്ച സഹനടി, അവതാരക, അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള അവാർഡ്സ് ഉണ്ടാവും, എല്ലാ യൂഷ്വൽ അവാർഡ് ഫംഗ്ഷൻസിലും കാണുന്ന പോലെ. അപ്പോൾ ഇപ്പോൾ അഞ്ജലിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിങ് എല്ലാം നമ്മൾ ഇത് പോളിംഗിലൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടെലിവിഷൻ അവാർഡ്സിലുള്ളതും നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ പ്രിയ പ്രേക്ഷകർ അഞ്ജലിനെ അന്ന് അതിലേക്ക് അവര് സെലക്ട് ചെയ്യുമോ, അവര് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അന്ന് കാത്തിരുന്ന് കാണാം. അതുപോലെ നമ്മുടെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഡിജിറ്റൽ അവാർഡ്സ് നമ്മൾ നടത്തിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ. അന്ന് നമ്മുടെ റബേക്കയ്ക്കും അരുണിനും നമ്മൾ അവാർഡ് കൊടുത്തിരുന്നു. അന്ന് അവർ വന്നിരുന്നു, അത് ഏറ്റുവാങ്ങുകയും ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ടെലിവിഷൻ അവാർഡ്സ് വരുമ്പോൾ അഞ്ജലി അന്ന് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മികച്ച നടിക്കുള്ള മികച്ച അല്ലെ സഹനടിക്കോ മികച്ച നടിക്കോ ഏത് കാറ്റഗറിയിലേക്കായിരിക്കും എന്ന് എനിക്ക് അറിയില്ല, അതിലേക്ക് അഞ്ജലിക്ക് എന്തായാലും നല്ലൊരു അവാർഡ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു അഞ്ജലി, താങ്ക് യു ഫോർ യുവർ ടൈം.